ജരാസന്ധൻ്റെ കഥ. മഹാരാജ്യമായ മഗധയിൽ ബൃഹദ്രഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. മഗധ വളരെ സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു. കാശി രാജാവിൻ്റെ ഇരട്ട പെൺമക്കളെ ബൃഹദ്രഥന് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന് ഏറെ നാൾ കഴിഞ്ഞിട്ടും സന്താനഭാഗ്യം ലഭിച്ചില്ല. മക്കളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ചന്ദകൗശിക എന്ന പേരിൽ ഒരു മഹർഷി മഗധ സന്ദർശിക്കാൻ എത്തി. ആ സമയത്ത് തൻ്റെ സന്താനമില്ലാത്ത ദുഃഖം മഹർഷിയോട് ബൃഹദ്രഥൻ പറയുകയും അദ്ദേഹം ഒരു ദിവ്യഫലം രാജാവിന് കൊടുക്കുകയും ചെയ്തു. അത് രാജാവിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറയുകയും ചെയ്തു. ഈ ദിവ്യഫലം കഴിക്കുമ്പോൾ സന്താനഭാഗ്യം കിട്ടും എന്ന് മഹർഷി അനുഗ്രഹിച്ചു. 2 ഭാര്യമാരുള്ള രാജാവ്, 2 ഭാര്യമാരെയും തുല്യമായി സ്നേഹിക്കുന്ന രാജാവ് 2 പേർക്കും ആ ഫലം തുല്യമായി പകുത്തു നൽകി. ഭാര്യമാർ ആ ഫലം കഴിക്കുകയും 2 പേരും ഗർഭിണികളാവുകയും പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ ഓരോരുത്തരും പ്രസവിച്ചത് പകുതി ശരീരം വീതമുള്ള കുഞ്ഞുങ്ങളെയായിരുന്നു. ആ ജീവനില്ലാത്ത പകുതി ശരീരങ്ങളെ കണ്ട് ഭയപ്പെട്ട രാജാവും രാജ്ഞിമാരും പരിചാരകരോട് പറഞ്ഞ് ആ ശരീരഭാഗങ്ങൾ കാട്ടിലുപേക്ഷിക്കാൻ കൊടുത്തയച്ചു. പരിചാരകന്മാർ ശരീരഭാഗങ്ങളെ കാട്ടിൽ കൊണ്ടെറിഞ്ഞു. ആ സമയത്താണ് ജര എന്നു പേരുള്ള ഒരു രാക്ഷസി കാട്ടിലൂടെ നടക്കുകയായിരുന്നത്. അവൾ ആ ശരീരഭാഗങ്ങൾ കാണുകയും അത് രണ്ടുമെടുത്ത് കൂട്ടിവയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു ജീവനുള്ള കുഞ്ഞായി മാറി. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ജര കൊട്ടാരത്തിലെത്തുകയും നടന്ന സംഭവങ്ങൾ രാജാവിനെ അറിയിക്കുകയും ചെയ്തു. സന്തോഷവാനായ രാജാവിന് അത് തൻ്റെ പുത്രനാണെന്ന് മനസ്സിലായി. ജര എന്ന രാക്ഷസി കൂട്ടിയോജിപ്പിച്ചത് അല്ലെങ്കിൽ സന്ധിപ്പിച്ചതിനാൽ അവളോടുള്ള നന്ദി സൂചകമായി ആ കുഞ്ഞിന് ജരാസന്ധൻ എന്ന് പേര് നൽകി. ജരാസന്ധൻ ഭാവിയിൽ മഗധയുടെ കിരീടാവകാശിയായി മാറി. ഈ കഥയുടെ 2ാം ഭാഗത്തിന് അടുത്ത വീഡിയോ കാണുക.